ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യാമി ഷോർട്സ് ആൻഡ് വ്ലോഗ്സ്. നമ്മുടെ മറ്റൊരു വീഡിയോയിൽ എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ പറയട്ടെ, ഞാൻ യാമിക്കുട്ടിക്ക് വരുമ്പോൾ പാർക്കിലും ഷോപ്പിലൊക്കെ എത്താൻ പോകുന്നത് ഒരു ഹോളിഡേ ആണ്. അപ്പൊ ഞാൻ യാമിക്കുട്ടി ഹോളിഡേ ഉള്ളപ്പോഴാണ് ഇതുപോലെ പുറത്തു പോകുന്നത്. അപ്പൊ ഒരു ഈവനിങ് വാക്കിന് പോകാന്ന് വിചാരിച്ചു. അപ്പൊ പാർക്കിലും ഷോപ്പിലും ഒക്കെ ഒന്ന് പോയിട്ട് വരാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ ഓക്കെ. അപ്പൊ ഫ്രണ്ട്സ്, ഞങ്ങൾ എന്താണെങ്കിലും റൂമിൽ നിന്നൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണെങ്കിലും ഒന്ന് നടന്നിട്ട് വരാന്ന് വിചാരിച്ചു. ഞാൻ യാമിക്കുട്ടിയും കൂടെയാണ് അങ്ങനെ നടക്കാനായിട്ട് ഇറങ്ങിയത്. പുറത്തിറങ്ങിയ നമ്മുടെ യാമിക്കുട്ടി ഭയങ്കര ഹാപ്പിയാണ്. ഏത് പൂച്ചയാ ഫ്ലവർ തിന്നാ? ബ്ലാക്ക് പൂച്ച ഫ്ലവർ തിന്നുവെന്ന് ആര് പറഞ്ഞ യാമിയോടെ? പൂച്ച യാമിയെ കണ്ട് ഓടിക്കും. ഒരു പൂച്ചയെ കണ്ടിട്ട് ആ പൂച്ചയുടെ പുറകെ പോയതാണ് യാമിക്കുട്ടി. ആ പൂച്ചനെ ഫ്ലവർ തന്നെ വിളിച്ചിട്ട് പൂച്ച ഫ്ലവർ കഴിക്കാത്തതിന്റെ രോക്ഷമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അവിടെ നമ്മൾ നേരെ പാർക്കിലോട്ട് കയറി അതുപോലെ ഇങ്ങനെ ഇറങ്ങി. എന്നിട്ട് നമ്മൾ നേരെ കടയിലോട്ട് പോരുന്നു. കടയിലോട്ട് പോയി കഴിഞ്ഞപ്പോൾ യാമി ആകെ ഇഷ്ടമുള്ള എല്ലാം വാരിപ്പറക്കി എടുക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് നിന്ന് ഒരു ടോയ്സിന്റെ സെറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ചിപ്സോ ഐസ്ക്രീമോ ഒക്കെ നോക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ വാങ്ങിച്ചു കൊടുത്തില്ല. ടോയ്സ് വെച്ച് യാമി അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓൾറെഡി ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ ഇതാ കുറച്ച് സ്വീറ്റ്സ് ആണ് കേട്ടോ, സൗദി മെയ്ഡ് സ്വീറ്റ്സ് ആണ്. ഇതിനകത്ത് നിന്ന് 2 സ്വീറ്റ്സ് നമ്മൾ മേടിച്ചായിരുന്നു. നല്ല മധുരമുള്ള സ്വീറ്റ്സ് ആണ്, കുഴപ്പമില്ല, പക്ഷെ നല്ല മധുരം കൂടുതലാണ്. പിന്നെ നമ്മൾ യാമിക്കുട്ടിക്ക് ഒരു ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് കടയിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ വെജിറ്റബിൾ ഷോപ്പിലോട്ടാണ് പോകാൻ പോകുന്നത്. അപ്പോൾ വെജിറ്റബിൾ ഷോപ്പിൽ കയറി കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിച്ചിട്ട് അവിടെ ഒരു പാർക്കുണ്ട്. ആ പാർക്ക് ഒരു ഇച്ചിരി വലുതാണ്, ഇപ്പൊ കണ്ട പാർക്കിനേക്കാൾ കുറച്ചും കൂടെ വലുതാണ്. അപ്പൊ അവിടെയും കൂടെ കയറി കുറച്ച് സമയം യാമിയായിട്ട് കളിച്ചിട്ട് ഇങ്ങനെ പോരാന്ന് വിചാരിച്ചു. നേരെ വെജിറ്റബിൾ ഷോപ്പിൽ എത്തി. ഇതാണ് വെജിറ്റബിൾ ഷോപ്പ്, ചെറിയ വെജിറ്റബിൾ ഷോപ്പാണ്. അത്യാവശ്യം വേണ്ട വെജിറ്റബിൾസ് ഒക്കെ ഇവിടുന്ന് കിട്ടും. വെജിറ്റബിൾസ് ഒക്കെ യാമിക്കുട്ടി വാങ്ങിച്ചിട്ടുണ്ട്. യാമിക്കുട്ടിക്ക് എന്തെങ്കിലും ഒരു കവറിൽ വെജിറ്റബിൾ കൊടുത്തില്ലെങ്കിൽ ഈ കടയിൽ നിന്ന് യാമി ഇറക്കാൻ പറ്റൂല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ പാർക്കിലോട്ട് വന്നിട്ടുണ്ട്. പാർക്കിൽ യാമിക്കുട്ടി കളിക്കുന്നുണ്ട്. ഇതും ചെറിയൊരു പാർക്കാണ്, പക്ഷേ മറ്റേനെ അപേക്ഷിച്ച് ഇച്ചിരി കൂടെ കളിക്കാനൊക്കെ ഉണ്ട്. നേരെ നോക്കിയ റോഡാണ്. അപ്പൊ പാർക്ക് കഴിഞ്ഞിട്ട് നേരെ നോക്കിയ റോഡാണ്. ഇതെല്ലാം പാർക്കിലെ ചെറിയ ചെറിയ കാഴ്ചകളാണ്. ചെറിയ പാർക്കുമാണ്, കളിക്കാനും അധികമൊന്നും ഇല്ല. അപ്പൊ ഈ ചെറിയ പാർക്കിൽ ഇത്രയൊക്കെ ഉള്ളൂ. ഇതന്നെ ധാരാളം. യാമിക്കുട്ടിയെ കുറച്ച് സമയത്തേക്ക് ഹാപ്പി ആക്കാനായിട്ട് ഇത് തന്നെ ധാരാളം. പിന്നെ അവിടെ നോക്കിയപ്പോൾ കുറച്ച് മഞ്ഞ പൂക്കൾ അവിടെ നിൽക്കുന്നുണ്ട്. യാമിക്കുട്ടി ആ ഫ്ലവറിന്റെ അടുത്തോട്ട് പോയി. അപ്പൊ ഞാനും ജസ്റ്റ് ആ ഫ്ലവറൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോയതാണ്. യാമിക്കുട്ടി കുറച്ചു നേരം അവിടെ നിന്നും കളിക്കുന്നതൊക്കെ കണ്ടു. അപ്പൊ ഇനി എന്താണെങ്കിലും നമുക്ക് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. കാര്യം കുറച്ച് സമയം കൂടുന്നുണ്ടായിരുന്നു. ഓൾറെഡി നമ്മളൊരു 4 മണി സമയമായപ്പോൾ ഇറങ്ങിയതാണ്. അപ്പൊ എന്താണെങ്കിലും നമുക്ക് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ പാർക്കിലുള്ള കാഴ്ചകൾ തന്നെയാണ്. വളരെ ചെറിയൊരു പാർക്കാണ്, പക്ഷെ നമ്മൾ ഫസ്റ്റ് കണ്ടതിനെ അപേക്ഷിച്ച് ഇച്ചിരി കൂടെ വലിയ പാർക്കാണെന്ന് മാത്രം. അപ്പൊ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മളങ്ങ് പോകാന്ന് വിചാരിച്ചപ്പോഴാണ് കുറച്ച് വൈറ്റ് ഫ്ലവർ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ അവിടെ നന്നായിട്ട് കാട് കയറി കിടക്കുന്നുണ്ട്, അതുകൊണ്ട് അടുത്തോട്ടൊന്നും പോയി എടുത്തില്ല. അപ്പൊ ഈ വൈറ്റ് ഫ്ലവറും കുറച്ചൊക്കെ ഫോട്ടോ എടുത്തിട്ട് ഞങ്ങളങ്ങ് പോകാന്ന് വിചാരിച്ചു. ഇത് കുറച്ച് ഡേറ്റ്സിന്റെ മരമാണ്. ഇതെല്ലാം പാർക്കിനകത്തുള്ള മരങ്ങളാണ്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ യാമിക്കുട്ടിയും പാർക്കിൽ നിന്ന് നേരെ തിരിച്ചു പോവാണ്. ഇനി റൂമിലോട്ടാണ് നമ്മൾ പോകുന്നത്. വേറെ കടയിലൊന്നും കയറാനില്ല. കടയിൽ കുറച്ച് സാധനമുണ്ട്, അത് നമുക്ക് എടുത്തിട്ട് അങ്ങ് തിരിച്ച് റൂമിലോട്ട് പോകണം. അപ്പൊ ഞാൻ ഈ യാമിക്കുട്ടി എന്താണെന്ന് തിരിച്ച് റൂമിൽ പോവാണ്. അപ്പൊ പാർക്കിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ നേരെ നടന്ന് പാർക്കിൽ നിന്ന് നടന്ന് ബക്കാല എത്തി. അവിടെ നമ്മൾ സാധനങ്ങളൊക്കെ തിരിച്ചെടുത്ത് ഞങ്ങൾ നേരെ നടന്ന് പോവാണ്. അപ്പോഴാണ് യാമിക്കുട്ടി ഈ ചെറിയ പാർക്കിലോട്ട് വീണ്ടും ഓടി വന്നത്. അപ്പൊ ഇതിനകത്ത് ഒരു വട്ടം കയറിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് യാമിക്കുട്ടി പോയത്. ആൾ ഓൾറെഡി മറ്റേടത്ത് കയറി ടയേർഡ് ആയതുകൊണ്ട് തന്നെ കാല് വേദന എടുക്കുന്നെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു വട്ടം തന്നെ കയറി ഇറങ്ങി വന്നപ്പോഴത്തേക്കും ആളിന് ടയേർഡ് ആയിട്ടുണ്ട്. പിന്നെ കാല് വേദന എടുക്കുന്നതെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി ഇരിക്കുന്നുണ്ട്. അപ്പൊ റെസ്റ്റ് എടുക്കാനായിട്ട് പോയിരുന്നതാണ്. കാല് വേദന എടുക്കണ യാമിയെ കൊണ്ട് ഞാൻ എങ്ങനെ നടന്ന് പോകുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ഡ്രൈവറിനെ കണ്ടത്. അപ്പൊ യാമിക്കുട്ടി അവിടെ റെസ്റ്റ് എടുക്കുവാണ്. അപ്പൊ അത് കണ്ട റെസ്റ്റ് എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് യാമിക്കുട്ടി അതിലെ കൂടെ ഒരു പൂച്ച പോണത് കണ്ടത്. പൂച്ചേനെ കണ്ടാൽ വിടാത്ത യാമിക്കുട്ടി കാലുവേദനയൊക്കെ മറന്നിട്ട് അതിനെ പേടിപ്പിക്കാൻ പോയി. ആ യാമിക്കുട്ടിയെ കണ്ട പാടെ അതും സ്റ്റക്കായി നിന്നിട്ടുണ്ട്. ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് ആ പൂച്ചയെ നോക്കി നിൽക്കുകയാണ്. എന്താണെങ്കിലും അതിനെ ആ പരിസരത്തു നിന്ന് ഓടിച്ചു വിട്ടിട്ടുണ്ട്. യാമിക്കുട്ടി ഓടിപ്പോകുന്നത് സ്നേഹം കൊണ്ടാണ്, പക്ഷെ പൂച്ചയ്ക്ക് അത് മനസ്സിലായില്ല. അപ്പോഴാണ് നമ്മൾ ഡ്രൈവറെ കണ്ടതും ഡ്രൈവർ നമ്മളെ ഇവിടെ വരെ ആക്കി തന്നതും. അപ്പൊ എന്താണെങ്കിലും നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട്. നമ്മളിനി യാമിക്കുട്ടിയായിട്ട് റൂമിനകത്തൊക്കെ കയറി യാമിക്കുട്ടി ടോയ് ഒക്കെ ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഇരിക്കുന്ന
ബേബിയുടെ കാര്യം കഷ്ടമാണ്. ഇതിന് ജീവൻ ഇല്ലാത്തതുകൊണ്ട് അത് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇനി ഇരിക്കുന്ന ഇഞ്ചക്ഷനും ടാബ്ലറ്റും ഒക്കെ നമ്മുടെ ബേബിയെ ഇഞ്ചക്ട് ചെയ്യാനാണ് ഈ ആമിക്കുട്ടി എടുത്തിരിക്കുന്നത്. അതിന് സ്റ്റെത്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവൾ ഇത്ര പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പൊ ആദ്യം തന്നെ ആ ബേബിനെ പരിശോധിക്കുന്നുണ്ട്. അതിന് വേണ്ട ഇഞ്ചക്ഷനും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ജീവൻ ഇല്ലാത്തതുകൊണ്ട് മാത്രം ആ ബേബി രക്ഷപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവൾ അതിനെ കൊന്നേനെ. അപ്പൊ എന്തായാലും യാമിക്കുട്ടിയുടെ കുറച്ച് കാര്യങ്ങള് കളികളും ഒക്കെ കണ്ടിട്ട് നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാം. അപ്പൊ യാമിക്കുട്ടി ആ സിറിഞ്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ശരിക്കും ഒന്ന് അതിശയിച്ചു പോയി കേട്ടോ. യാമിക്കുട്ടി ഇത്ര സിസ്റ്റമാറ്റിക് ആയിട്ട് ഇതൊക്കെ എങ്ങനെ കണ്ടു അല്ലെ, ഇതെങ്ങനെ ചെയ്തു എന്ന് വെച്ചാൽ. പക്ഷെ ഞാൻ ചെയ്യണത് കണ്ടിട്ടായിരിക്കും കണ്ട. അവള് മെഡിസിനൊക്കെ ലോഡ് ചെയ്തെടുക്കുന്നുണ്ട്. ലോഡ് ചെയ്തെടുത്തതിന് ശേഷമാണ് ഇഞ്ചക്ഷനൊക്കെ കൊടുക്കുന്നത്. അപ്പൊ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. ഇഞ്ചക്ഷനൊക്കെ കൊടുത്തിട്ട് അവള് പ്ലാസ്റ്റർ ഒന്നും ഒട്ടിച്ച് കൊടുക്കാനും മറന്നില്ല. അപ്പം റിയൽ ആയിട്ട് ചെയ്യണ ഒരു രീതിയിൽ യാമിക്കുട്ടി ബേബിക്ക് ഇഞ്ചക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവരവിടെ യാമിയായിട്ട് കുറച്ച് സമയം ഞാനും കളിച്ചു. അപ്പൊ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ വീഡിയോ. അപ്പം ഔട്ടിങ്ങും പാർക്കിലെ വീഡിയോസും യാമിക്കുട്ടിയുടെ കാര്യങ്ങളും ഒക്കെ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമ്മുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.